ഒരു വലിയ ശക്തിയായിട്ട് മാറാനുള്ള തങ്ങളുടെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ ചൈന ഉപയോഗിച്ച തന്ത്രത്തിന്റെ വിപരീതമായ തന്ത്രങ്ങളാണ് ഇന്ത്യ തങ്ങളുടെ വളർച്ചയിലേക്കുള്ള പാതയിൽ ഉപയോഗിക്കുന്നത്. ചൈനയുടെ വളർച്ചയിൽ വലിയൊരു പങ്ക് റഷ്യയ്ക്ക് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. വിശേഷിച്ച് പിന്നീട് വന്ന റഷ്യ വലിയധികം സപ്പോർട്ടുകൾ ചൈനയ്ക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് യുദ്ധ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ, ആയുധ നിർമ്മാണത്തിലും ടെക്നോളജി രംഗത്തും അടക്കം. അതുപോലെ UN ഉൾപ്പെടെ വലിയൊരു പിന്തുണ റഷ്യ എല്ലാ കാലവും ചൈനയ്ക്ക് കൊടുത്തിരുന്നു. ഇന്ത്യയുടെ വളർച്ചയുടെ പ്രാരംഭഘട്ടം മുതൽ തന്നെ റഷ്യ നമുക്കൊപ്പം സപ്പോർട്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ത്യക്ക് കൂടുതൽ സുഹൃത്തുക്കളുണ്ട്. റഷ്യ മാത്രമല്ല, ഫ്രാൻസ്, ഇസ്രയേൽ തുടങ്ങിയ രാജ്യങ്ങളും നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങളാണ്. അതിനു പുറമെ ജപ്പാൻ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം, പരമ്പരാഗത സുഹൃത്താണ് ജപ്പാൻ. പക്ഷേ എന്നാൽ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ സ്ട്രോങ് ആക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ സുഹൃത്തുക്കളുടെ പട്ടിക വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രസകരമായ കാര്യമുണ്ടായി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് അദ്ദേഹം പറഞ്ഞത്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞത്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക മാത്രമാണ് ഇസ്രയേലിന്റെ പവർഫുൾ ആയിട്ടുള്ള ഒരേ ഒരു അലായി എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് JD വാൻസ് പറഞ്ഞു. ഇത് വളരെയധികം വാർത്താ പ്രാധാന്യമൊക്കെ നേടിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, കഴിഞ്ഞ സൺഡേ, അതായത് ഇന്നലെ, നെതന്യാഹു US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ സ്റ്റേറ്റ്മെന്റിനെ തിരുത്തിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞു. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹു ഈ കാര്യം വ്യക്തമായി പറഞ്ഞത്. അദ്ദേഹം ഇംഗ്ലീഷിൽ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിന്റെ മലയാളം, ഏറെക്കുറെ ഒരു മലയാള പരിഭാഷ ഞാൻ ഇവിടെ ഒന്ന് പറയാം. ആദ്യമായിട്ട് ഞാൻ JD വാൻസിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. വളരെ നല്ലൊരു റിലേഷൻഷിപ്പ് അദ്ദേഹവുമായിട്ടുണ്ട്. എന്നാൽ അതിന്റെ അർത്ഥം അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളെയും ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ എഗ്രി ചെയ്യുന്നു എന്നല്ല അതിന്റെ അർത്ഥം. ഡൊണാൾഡ് ട്രംപ് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എൻ്റെ ഒരു ഗ്രേറ്റസ്റ്റ് ഫ്രണ്ടാണ്. വൈറ്റ് ഹൗസിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിനോടൊപ്പം പൂർണ്ണമായിട്ടും നിലയുറപ്പിക്കുന്നു. എന്നാൽ രണ്ടാമതായിട്ട്, നമുക്ക് വേറെയും ചില സുഹൃത്തുക്കളുണ്ട്. അതായത് ഞങ്ങൾ ഇസ്രയേലുകാർക്ക് വേറെയും ചില സുഹൃത്തുക്കളുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യ, നിങ്ങൾക്കും അറിയാമായിരിക്കും, 140 കോടിയിലധികം ജനങ്ങളുള്ള രാജ്യമാണ്. വലിയ പിന്തുണയാണ് അവിടെ നമുക്കുള്ളത്. എനിക്കൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അവിടെ എനിക്ക് കിട്ടുന്ന പിന്തുണ എന്ന് പറയുന്നത് വമ്പിച്ച പിന്തുണയാണ് എനിക്ക് അവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നെതന്യാഹു ഈ മാധ്യമ അഭിമുഖത്തിനിടയിൽ, ഫോക്സ് ന്യൂസിനോടുള്ള അഭിമുഖത്തിനിടയിൽ അദ്ദേഹം തുറന്നു പറയാണ്. ഇത് ശരിക്കും ഇപ്പോൾ അമേരിക്കയിൽ പോലും വലിയ ട്രോളുകൾക്ക് കാരണമായിട്ടുണ്ട്. JD വാൻസിനെ വൻതോതിലാണ് ആളുകൾ ട്രോൾ ചെയ്യുന്നത്. കൂടെ അദ്ദേഹം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. അതായത് പല രാജ്യങ്ങളിലെയും ഗവൺമെന്റുകൾ ബാക്ക് സൈഡിൽ, അതായത് പരസ്യമായിട്ട് പിന്തുണയ്ക്കുന്നില്ല എങ്കിലും ബാക്ക് സൈഡിലൂടെ, പുറകിലൂടെ രഹസ്യമായിട്ട് ഞങ്ങൾക്ക് വലിയ പിന്തുണ നൽകുന്നുണ്ട്. പല രാജ്യത്തെയും ഭരണകൂടങ്ങൾ ഈ അവരുടെ രാജ്യത്തുള്ള ഒരു ഡൊമസ്റ്റിക് പൊളിറ്റിക്കൽ പ്രഷർ കാരണം രഹസ്യമായിട്ട് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഒരു പക്ഷേ യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നതിനെ കുറിച്ച് ആയിരിക്കാം അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഇന്ത്യയുടെ പേര് അദ്ദേഹം എടുത്തു പറഞ്ഞു. കാരണം ഇന്ത്യ ഇസ്രയേലുമായിട്ട് അത്രയും നല്ല സൗഹൃദം തുടരുന്ന ഒരു രാജ്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് നോക്കുകയാണ് നമ്മുടെ മുന്നിലുള്ള ഏക മാർഗം. 145 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഈ രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇവിടെ പലരും പലപ്പോഴും പറയുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും 2014 മുമ്പ് ഇന്ത്യ വളരെ ശാന്തമായിരുന്നുവെന്ന്. നരേന്ദ്രമോദി 2014 വന്നതിന് ശേഷം ഒരു ഫുൾ സ്കെയിൽ യുദ്ധം ഇന്ത്യ നടത്തിയിട്ടില്ല. 2-3 തവണ നമ്മൾ പാകിസ്ഥാനുമായി കൊമ്പ് കോർത്തത് അവരുടെ കയ്യിരിപ്പുണ്ടാണ്. ഓപ്പറേഷൻ സിന്ദൂർ പോലും ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് പോയില്ല. പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിച്ച് നമ്മൾ അവിടെ നിർത്തി. പിന്നെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്സ് ആണെങ്കിലും അത് ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് പോയിട്ടില്ല. നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഇന്ത്യ എത്ര യുദ്ധങ്ങളാണ് ചെയ്തിട്ടുള്ളത്? നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായി, ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടായി. എത്രയോ യുദ്ധങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വന്നു. ഇന്നിപ്പോ മോദി ഭരിക്കുന്ന ഇന്ത്യ ഇസ്രയേൽ അനുകൂല ഇന്ത്യയാണ്. ഇന്ത്യയുടെ മതേതരത്വ കാഴ്ചപ്പാടുകൾ ഇന്ത്യ തച്ചുടച്ചു. ഇന്ത്യ അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഇന്ത്യ ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉണ്ടാവുകയാണ് ഇസ്രയേലുമായിട്ടുള്ള ബന്ധം കാരണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന പല കാലങ്ങളിലും നമുക്ക് ഇസ്ലാമിക രാജ്യങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്തിന്, ഇന്ത്യയിലേക്കുള്ള എണ്ണ സപ്ലൈ പോലും നിർത്തിവെച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ വരെ നമ്മുടെ സുഹൃത്തുക്കളാണ് അവർ. പക്ഷേ എണ്ണ സപ്ലൈ പോലും പാകിസ്ഥാന് വേണ്ടിയിട്ട് അവർക്കുള്ള പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തിവെച്ചിട്ടുണ്ട്. ഷാ ഭരണകൂടം ഇറാൻ ഭരിച്ചിരുന്ന സമയത്ത് പൂർണ്ണമായും അവർ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലും മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. ഇസ്ലാം ജനസംഖ്യ വളരെ കൂടുതലുള്ള രാജ്യമായിരുന്നിട്ടും
അന്ന് കോൺഗ്രസ് ഗവൺമെന്റുകളാണ് ഭരിക്കുന്നത്. BJP പോലെ ഒരു ഹിന്ദുത്വ അല്ലെങ്കിൽ ഒരു നാഷണലിസ്റ്റ് അജണ്ടയുള്ള ഒരു പാർട്ടി ആയിരുന്നില്ല ഭരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാമല്ലോ. കോൺഗ്രസ് മതേതരത്വ പാർട്ടിയാണ്. ഭരണഘടനയിൽ സെക്യുലർ എന്ന് പറയുന്ന വാക്ക് ഉൾപ്പെടെ എഴുതി ചേർത്ത ഇന്ദിരയുടെ കോൺഗ്രസ്. ആ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് പോലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്ന സമയത്ത് പാകിസ്ഥാൻ പൂർണ്ണമായ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ പാകിസ്ഥാന് പിന്തുണ കൊടുത്തു. ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ കുറിച്ച് അവരാരും ചിന്തിച്ചില്ല. ഒരുപക്ഷെ പാകിസ്ഥാനിലുള്ള അത്ര തന്നെ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് അവർക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ മെജോറിറ്റി അതല്ലാത്തത് കൊണ്ട് ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാൻ അവർ പിന്തുണ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇന്ത്യ ആര് ഭരിച്ചാലും, അത് കോൺഗ്രസ് ആയാലും ഈ പറയുന്ന മോദി ആയാലും, ഒരു കൂട്ടം രാജ്യങ്ങൾ അവരവരുടെ വർഗീയത കൊണ്ടോ മതപരമായ കാരണങ്ങൾ കൊണ്ടോ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടോ ഇന്ത്യയെ പിന്തുണയ്ക്കാൻ പോകുന്നില്ല. കണ്ണുമടച്ച് ചൈനയെ വിശ്വസിച്ച, സുഹൃത്തായി കണ്ട, സഹോദരനായി കണ്ട ഒരു ഭരണാധികാരിയായിരുന്നു നെഹ്റു. നെഹ്റു ഭരിച്ച അതേ കാലത്ത് തന്നെയാണ് ആദ്യമായിട്ട് ചൈന ഇന്ത്യ ആക്രമിച്ചതും ഇന്ത്യയുടെ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഒരു വലിയ ഭാഗം അക്സായി ചിഹ്നം എന്ന് പേര് വിളിച്ച് അവരെടുത്തോണ്ട് പോയതും അതേ കാലത്താണ്. മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ നെഹ്റു എത്ര സൗഹാർദ്ദപരമായിട്ടാണ് ചൈനയുമായിട്ട് ഇടപെട്ടത്. നമ്മൾ ചേരിചേരാ നയമാണ് സ്വീകരിച്ചത്. സോവിയറ്റ് യൂണിയൻ നമ്മുടെ സുഹൃത്തായിരുന്നു. എന്നിട്ട് സോവിയറ്റ് യൂണിയന് ചൈനയുടെ ആക്രമണം തടയാൻ കഴിഞ്ഞോ? നമ്മൾ ആക്രമിക്കപ്പെട്ടു. അതുപോലെ തന്നെ 1971 ഇന്ദിരാഗാന്ധി അമേരിക്കയുടെ അടക്കം സഹായം തേടി ഈ ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത്. സഹായിച്ചില്ലെന്ന് മാത്രമല്ല, ഒടുവിൽ സൈനികമായിട്ട് ബംഗ്ലാദേശിൽ ഇന്ത്യ ഇടപെട്ടപ്പോൾ ഇന്ത്യ ആക്രമിക്കാൻ അമേരിക്ക കപ്പലയച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യ ആക്രമിക്കാൻ കപ്പലയച്ചു അമേരിക്ക. ആ കാലങ്ങളിലൊക്കെ നമ്മൾ വലിയ നന്മമരം കളിച്ച് നടന്ന സമയമാണ്. നമ്മൾ ചേരിചേരാ നയം, നമ്മൾ മറ്റുള്ളവരെ വിഷയങ്ങളിൽ ഇടപെടില്ല, ഭയങ്കര മാന്യതയൊക്കെ കളിച്ച് നടന്നു. പക്ഷെ എന്തുണ്ടായി? നമ്മൾ പണി കിട്ടി നമുക്ക്, അല്ലേ? നമ്മൾ പല രാജ്യങ്ങളും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്കെതിരെ തിരിഞ്ഞു. പിന്നെ ഈ ഒരു 71 യുദ്ധത്തിൽ ഇത് മനസ്സിലാക്കി ഇന്ദിരാഗാന്ധി സോവിയറ്റ് യൂണിയനുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കിയതുകൊണ്ട് അമേരിക്കയുടെ കപ്പൽ വന്നപ്പോൾ തടയാനായിട്ട് അവർ വന്നു. ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് സോവിയറ്റ് യൂണിയൻ പോലും ഇടപെടുമായിരുന്നില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുൻകാലങ്ങളിൽ നമ്മുടെ ഫോറിൻ പോളിസി അത്ര മികച്ചതൊന്നും ആയിരുന്നില്ല. ചേരിചേരാ നയത്തിന് കുറെ പോസിറ്റീവ്സും ഉണ്ടായിരുന്നു, നെഗറ്റീവ്സും ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി വന്നതിന് ശേഷം ഈ ചേരിചേരാ നയത്തെ അദ്ദേഹം പരിഷ്കരിച്ചിട്ട് എല്ലാ ചേരികളുമായും സഹകരിക്കുന്ന ഒരു നയമായിട്ട് മാറ്റി. എന്നിട്ട് ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഇന്ത്യ ഫസ്റ്റ്, നമ്മുടെ ഏതൊരു പോളിസിയും നമ്മുടെ രാജ്യത്തിന് ഗുണമായിരിക്കണം. നമ്മൾ ഒരു തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളെയും യുദ്ധങ്ങളെയും മനുഷ്യരെ കൊല്ലുന്നതിനെയും ഒരു കാലത്തും പിന്തുണച്ചിട്ടില്ല. ഇപ്പൊ ഇസ്രായേലുമായിട്ട് ഇന്ത്യ എല്ലാ അർത്ഥത്തിലും സഹകരിക്കുമ്പോൾ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പാലസ്തീനിൽ മനുഷ്യർ കൊല്ലപ്പെടുന്നത് കണ്ട് ഇന്ത്യ സന്തോഷിക്കുന്നില്ല. അങ്ങനെ സംഭവിക്കരുത് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. മനുഷ്യർ കൊല്ലപ്പെടരുത്, യുദ്ധം പരിഹാരമല്ല, ചർച്ചയിലൂടെ വേണം അത് പരിഹരിക്കാൻ. അത് മാത്രമല്ല, 2 സ്റ്റേറ്റ് സൊല്യൂഷനെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പലസ്തീനും ഇസ്രായേലിനും ഒരേ സമയത്ത് നിലനിൽക്കാൻ കഴിയണമെന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇസ്രായേലുമായിട്ട് ഇന്ത്യ ഒരു തരത്തിലും പിണങ്ങാനോ സഹകരിക്കാതിരിക്കാനോ തയ്യാറല്ലെന്ന് മാത്രമല്ല, ബന്ധം ശക്തമാക്കി മുന്നോട്ട് പോകാൻ കാരണങ്ങളുണ്ട്. ഇന്ത്യക്ക് ഈ ലോകത്ത് മുന്നോട്ട് പോകണമെങ്കിൽ, സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പഴയ ഫോറിൻ പോളിസി കൊണ്ട് സാധിക്കില്ല. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഫ്രാൻസുമായി സഹകരിക്കുന്നതും ജപ്പാനുമായി സഹകരിക്കുന്നതും അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിൽ അമേരിക്കയുമായി പോലും സഹകരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നെതന്യാഹു തുറന്നു പറയാണ്, അമേരിക്ക മാത്രമല്ല, ഞങ്ങൾക്ക് ഇന്ത്യയെ പോലുള്ള സുഹൃത്തുക്കളുമുണ്ട്. സോ അമേരിക്ക പറയുന്നത് ഞങ്ങൾ മാത്രമാണ് ഇസ്രായേലിന്റെ ഒരേ ഒരു സുഹൃത്ത്, പവർഫുൾ സുഹൃത്ത് നമ്മൾ മാത്രമാണ്, അമേരിക്ക മാത്രമാണെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇമാജിൻ, ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ അതിനെ ഡിഫെൻഡ് ചെയ്യുവാണ്. നമുക്കൊരു 10 വർഷം മുന്നേ ഇത് ഇമാജിൻ ചെയ്യാൻ പറ്റുമായിരുന്നോ? 10 വർഷം മുമ്പ് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ US ഡിഫെൻഡ് ചെയ്ത് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ കാലം മാറി. ഇന്ന് US വൈസ് പ്രസിഡന്റ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനെ എതിർത്തുകൊണ്ട്, അദ്ദേഹം എനിക്ക് പ്രിയപ്പെട്ട ആളൊക്കെയാണ്, പക്ഷെ അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഉൾക്കൊള്ളാനൊന്നും പറ്റില്ല, നമുക്ക് അമേരിക്ക മാത്രമല്ല ഇന്ത്യയെ പോലെയുള്ള സുഹൃത്തുക്കളും ഉണ്ട് എന്ന് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ തുറന്നു പറയുമ്പോൾ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ വിജയമാണത്. ഇസ്രായേൽ നമ്മുടെ ഭൂമിയിലുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. US ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സഖ്യരാജ്യവുമാണ്. അമേരിക്കയുടെ, ഏഷ്യയുടെ ഒരു സ്റ്റേറ്റ് ആയിട്ട് പലരും ഇസ്രായേലിനെ കാണും. അത്ര അടുത്ത ബന്ധമാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ളത്. ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ വിവിധ രാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം ശക്തമായിട്ട് നിൽക്കുകയാണ്. നോക്കൂ, മുൻകാലങ്ങളിൽ നെഹ്റു മുതൽ നമ്മുടെ രാജീവ് ഗാന്ധി വരെ അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് വരെയുള്ള ഭരണാധികാരികൾ, കോൺഗ്രസ്സുകാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി അടക്കം. ഏതെങ്കിലും ഒരു റഷ്യൻ പ്രസിഡന്റ് അല്ലെങ്കിൽ സോവിയറ്റ് പ്രസിഡന്റ് ഇന്ത്യയെ 4th ഗ്രേറ്റ് പവർ ആയിട്ട് കണക്കാക്കിയതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എപ്പോഴെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ പറഞ്ഞായിട്ട്? ഇന്ത്യയെ അവരൊരു കൺസ്യൂമർ ആയിട്ട് കണ്ടു. അവരുടെ ആയുധങ്ങൾ വാങ്ങുന്ന ഒരു ആശ്രിത രാജ്യമായിട്ടാണ് ഈവൻ സോവിയറ്റ് യൂണിയൻ പോലും ഇന്ത്യ കണ്ടിരുന്നത്. എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു തവണയല്ല പലതവണ അദ്ദേഹത്തിന്റെ രാജ്യത്ത് നടന്ന മാധ്യമങ്ങളുമായുള്ള അഭിമുഖങ്ങളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്ത് 3 ഗ്രേറ്റ് പവേഴ്സ് അല്ല 4 ഉണ്ട്. ഇന്ത്യയെ ഒരു ഗ്രേറ്റ് പവർ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇന്ത്യ ഒരു പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ്.
ഇന്ത്യയെ അംഗീകരിക്കാൻ, തുറന്ന് സമ്മതിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് പോലും കഴിയുന്നത് ഇന്ന് പലരും വിമർശിക്കുന്ന ഒരു ചായക്കടക്കാരൻ മാത്രമായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി അധികാരത്തിലേക്ക് വന്നിട്ടാണ്. നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യത പോലും പറഞ്ഞിവിടെ പലരും കളിയാക്കുമ്പോൾ വലിയ വലിയ ഡിഗ്രികളുള്ള ആളുകൾ സ്വന്തം രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും പേരെഴുതാൻ പോലും അറിയാത്ത മനുഷ്യന്മാരാണ് എന്നതും വിസ്മരിക്കരുത്. 100% സാക്ഷരതയുള്ള നമ്മുടെ കേരളത്തിലെ മുൻകാലങ്ങളിൽ ഇരുന്ന ആഭ്യന്തര മന്ത്രിമാര് പോലും പോലീസിന്റെ സ്പെല്ലിംഗ് തെറ്റിക്കുകയും സംസ്ഥാനത്തിന്റെ സ്പെല്ലിംഗ് തെറ്റിക്കുന്ന മന്ത്രിമാരും അടക്കമുള്ള നാട്ടിലാണ് ഇവിടെ ഇരുന്നുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് പലരും ആശങ്കപ്പെടുന്നത്. ചായക്കടക്കാരനെന്നും അല്ലെങ്കിൽ ഈ പറയുന്ന വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തവനെന്നും പറഞ്ഞ് നിങ്ങളൊക്കെ കളിയാക്കുന്ന അതേ മനുഷ്യനാണ് ഇന്ന് ഇന്ത്യയെ ലോകത്തെ ഒരു വലിയ ശക്തിയാക്കി മാറ്റുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണം അതിൽ ഒടുവിലത്തേത് മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.